ശക്തമായ രാഷ്ട്രീയമുള്ളവരെ നിഷ്പക്ഷ ലേബലിൽ അവതരിപ്പിച്ച CPIM-നെതിരെ ആക്രമണം നടത്തുന്ന മാധ്യമരീതി നിരന്തരമായി തുടരുന്നതാണ്. കഴിഞ്ഞ വർഷം തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രദേശവാസി എന്ന ലേബലിൽ വന്ന CPIM-നെതിരെ പ്രതികരിച്ച സീനയുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ചത്. സംഭവത്തിൽ CPIM-നെതിരെ സീന എന്ന സ്ത്രീ വലിയ പ്രതികരണവുമായി അന്ന് രംഗത്ത് വന്നിരുന്നു. ഇവർ BJP അനുഭാവിയാണെന്നും സംഘപരിവാർ പ്രവർത്തകയാണെന്നും അന്ന് CPIM പറഞ്ഞെങ്കിലും പ്രദേശവാസി എന്ന ലേബലാണ് മാധ്യമങ്ങളെല്ലാം ഇവർക്ക് നൽകിയത്. CPIM എന്ന് കേട്ടപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ അവിടെ ഓടിയെത്തി ഈ സ്ത്രീയെ ചേർത്തു പിടിച്ചു, ആശ്വസിപ്പിച്ചു. മലയാള മനോരമ ഒട്ടും കുറച്ചില്ല. ബോംബ് രാഷ്ട്രീയം CPIM-ന്റെ പങ്ക് തുറന്നു പറഞ്ഞ് തലശ്ശേരി എരഞ്ഞോളിയിൽ കൊല്ലപ്പെട്ടയാളുടെ അയൽവാസി, കൊല്ലപ്പെട്ട വേലായുധൻ്റെ അയൽവാസിയായ സീനയാണ് അക്രമരാഷ്ട്രീയത്തിനെതിരെ തുറന്നടിച്ചത്. അതുകൊണ്ടും മനോരമ അവസാനിപ്പിച്ചില്ല. ഷാഫി പറമ്പിൽ സ്ഥലത്തെത്തിയപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സീനയുടെ പ്രതികരണം. ഇങ്ങനെയൊക്കെയാണ് എഴുതി മറിച്ചത്. ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാണെന്ന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ ഈ വീട് വിട്ടാകും ഈ വീടിന്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. ബോംബ് പൊട്ടിയ വീടും അതിന്റെ പരിസരവും സീനയുടെ ഉടമസ്ഥതയിലാണ്. അവർ BJP അനുഭാവിയാണെന്ന് CPIM പറഞ്ഞിരുന്നു. ബോംബ് നിർമ്മിച്ചതും BJP-ക്കാരാകാനാണ് സാധ്യതയെന്ന ആരോപണവും CPIM ഉന്നയിച്ചിരുന്നു. പക്ഷേ CPIM-നെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള വ്യഗ്രതയിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ കാലമെത്ര വൈകിയാലും ചില സത്യങ്ങൾ പുറത്തുവരും. ഉറച്ച സംഘപരിവാർ അനുഭാവിയായ സീന ഇപ്പോൾ BJP തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്നു. ആ സീനയായിരുന്നു ഒരു വർഷം മുമ്പ് മാധ്യമങ്ങൾക്ക് പ്രദേശവാസിയും അയൽവാസിയുമായി അവതരിച്ചത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.